ഒരുപാട് ഉറുമ്പുള്ള ഈ മരത്തിൽ കയറാൻ വല്ല കാര്യമുണ്ടോ ഈ പിള്ളേർക്ക്? നോക്കിയേ, കടി കിട്ടി കാണും കേട്ടോ. അങ്ങനെ അടുത്തൊക്കെ ചാടുന്നതാണ്. നിറയെ ഉറുമ്പാണ് ഇവിടെ. ഇതാ നല്ല കുരുത്തക്കളാണ് കേട്ടോ. ഇപ്പം വിളിച്ചാലൊക്കെ വലിയ പാടാണ് വരാൻ. വസ്തുവിൻ്റെ അപ്പൂപ്പൻ മുതലാളി കണ്ടാലേ ഒതളങ്ങിയ പോലത്തെ കല്ലായിരിക്കും വന്ന് ദേഹത്ത് വീഴുന്നത്. ഓടി വരണടാ. നോക്കിയേ, ഇതാ ഇവിടെ ഒളിച്ചിരിക്കണം. ഞാൻ വിളിച്ചാലൊന്നും വരുന്നില്ല കേട്ടോ. റോക്കറ്റ് പോലെ ചാടി പോകാതെ ഇങ്ങോട്ട് വരണടാ പിള്ളേരെ. നോക്കിയേ, ഒരുത്തം പോയ പോക്ക് കണ്ട. കുട്ടൂസാണ് ആ പോയതേ. ഇതോ കണ്ടോ, പോകുന്നുണ്ടോ? കൈ താടാ, ഞാൻ പിടിച്ച് കയറ്റാം. ഇനി കൊടു കൈ. ഇതാ കയറ്, പിടിച്ച് കയറടാ. ഞാട്ട് നീ വിട്, ഞാൻ കയറിക്കോളാം. ആ, ഇത്ര വലുതായിട്ടും മായു നിനക്ക് പിടിച്ച് കയറാൻ അറിയില്ലടാ. വിടടാ, വിട്. ഹായ്, നോക്കൂ. ചെറിയ മനസ്സിൽ രക്തം തിളച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതെ, രണ്ടുപേരുടെ രക്തം തിളച്ചു മറിയുകയാണ്. അതാണ് നമ്മൾ ഈ കാണുന്ന ഗുസ്തി. വാലിട്ടുരച്ച് തീ പടർത്താനുള്ള ആവേശം പിള്ളേർക്ക് രണ്ടുപേർക്കുണ്ട്. അതുമാത്രമല്ല, നല്ലൊരു ചൂടും വെയിലിനുണ്ട്. നല്ലൊരു കാലാവസ്ഥ വന്നപ്പോൾ നമ്മുടെ പിള്ളേരുടെ സ്വഭാവങ്ങളൊക്കെ മാറി. അതുപോലെ രക്തങ്ങൾ തിളയ്ക്കാനും ചൂടിൻ്റെ വെയിലും എല്ലാം കൂടെ അടിച്ചു പൊളിച്ചൊരു പോരാട്ടം. അമ്മ തൊട്ടടുത്തൂടെ പോവുകയാണ്. ഇതെല്ലാം കണ്ട് അവിടെ ഒന്നും സാരമാക്കാതെയാണ് നമ്മുടെ പിള്ളേർ ഇതാ ഈ വെയിലത്ത് ചാടി കളിച്ച് ഗുസ്തി അടിക്കുന്നത്. എന്തായാലും നല്ല സമയം പോക്കാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇന്ന് കാണിച്ചു കൂട്ടുന്നത്. ഇന്നത്തെ അഭ്യാസം ആദ്യം തുടക്കം കുറിച്ചത് കുട്ടൂസാണ്. ലുട്ടൂനെയും മായുവിനെയും മാറി മാറി അവൻ ഉപദ്രവിക്കുകയാണോ കളിക്കുകയാണോ എന്നറിയില്ല, ആ ഒരു തരത്തിൽ. എന്നാൽ നമ്മളിതെല്ലാം കണ്ടത് പിള്ളേരുടെ വെറും ഒരു തമാശയാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? പൊടി കുഞ്ഞുങ്ങൾ എന്ത് വാശിയും വൈരാഗ്യമാണ് കാണിക്കാനുള്ളത്. അവർ സന്തോഷമുള്ള കളികളാണ് ഈ കാണിക്കുന്നത്. എന്തായാലും നല്ല നേരം പോക്കുള്ള തമാശക്കളികളാണ് അവരുടെ മനസ്സിൽ നിന്ന് വരുന്ന ഓരോ അഭ്യാസങ്ങളും. ഇതൊക്കെ കണ്ട് നമ്മൾ ആസ്വദിക്കുമ്പോൾ നമ്മുടെ ലുട്ടു ഇതോ തനിച്ചു പോയി ആ വെയിലത്ത് കിടന്ന് കാണിക്കുന്ന വേലയുണ്ടോ. അവൻ്റെ കൈയും കാലിൻ്റെയും വിരുവിരിപ്പ് അവന് തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ കാണിക്കുന്ന വേലയാണ് ആ സൈക്കിൾ ചവിട്ടി കൂട്ടുന്നത്. ഇതാ നോക്കിയേ, അവിടെ കിടന്ന് സൈക്കിൾ ചവിട്ടി കൂട്ടുന്നുണ്ടോ? ഇതാ ഇങ്ങനെ കളിച്ച് ഇവരാരെങ്കിലും ഒരാളിനെ കൂട്ടിന് വിളിക്കുകയാണ് ഗുസ്തി കൂടാൻ. ഇതാണ് നമ്മുടെ പിള്ളേരുടെ സ്ഥിരം നടക്കാറുള്ള. നല്ല കാലാവസ്ഥ കിട്ടിയാൽ പിള്ളേരെ അടിച്ചു പൊളിക്കുന്ന കളികളൊക്കെയാണ് നമ്മൾ ഈ നേരിട്ട് കാണുന്നത്. അതുപോലെ തന്നെ 2 ദിവസം ഇവിടെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വെളിയിലിറങ്ങാനോ വെയിൽ കൊള്ളാനോ കളിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. നോട്ട് അലോഡായിരുന്നു. നല്ല മഴ ആയതുകൊണ്ടേ ഇന്നാണ് നല്ല വെയിൽ ഒക്കെ ഉണ്ടായത്. പിള്ളേരതുകൊണ്ട് നന്നായിട്ട് കളിക്കുകയാണ്. അവരുടെ ബന്ധുക്കളെന്ന് പറയാൻ വിരുന്നുകാരും ടീമും ഈ വഴിക്കേ വന്നിട്ടില്ല. ഇന്ന് രാവിലെ തൊട്ട് 2 പേര് മിസ്സിംഗ് ആയിട്ട് കാണാതിരിക്കുകയാണ്. എന്തായാലും തിരിച്ചു വരും. അതുകൊണ്ട് നമ്മുടെ പിള്ളേർ ഞങ്ങളുടെ വീട്ടിൻ്റെ ചുറ്റുപാടിൽ കളിച്ചു സമയം കളയുന്നുണ്ട്. ആ 2 കൂട്ടർ വന്നു കഴിഞ്ഞാൽ അവരെ കൂടെ ഞങ്ങൾ അതിർത്തിയും കഴിഞ്ഞ് പോകാൻ വളരെ ചാൻസാണ്. അങ്ങനെ പോവുകയും ചെയ്യും കേട്ടോ. രാത്രി സമയങ്ങളിലും വിളിച്ചുകൊണ്ടൊക്കെ പൊയ്ക്കളയും. മാമൻ കൂടെ ചെന്നിട്ട് ഓടിവാ മക്കളെ എന്നൊക്കെ വിളിച്ചാലും ഒരാൾ വരും, ഒന്നിനെ കിട്ടൂല. അങ്ങനെ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ള കേസാണ്. എന്നാൽ അതങ്ങോട്ട് പോട്ടെ. പിള്ളേരിവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ വീണ്ടും ആ വഴിക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. ഇത് സെക്കൻഡ് ട്രിപ്പാണ് അമ്മ വരുന്നത്. ഇപ്പോഴ് വലുതായിട്ട് പിള്ളേരെ വിളിക്കാനോ അങ്ങനെയുള്ള യാതൊരു ടെൻഷനും അമ്മയ്ക്കില്ല കേട്ടോ. കൊണ്ടുപോകാനേ വളരെ സ്നേഹമാണ്. വല്ലതും കഴിച്ചുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഈ സുന്ദരി തമ്പുരാട്ടി വീട്ടിൽ തന്നെ കാണും പിള്ളേരെ കൊണ്ട്. അതുകൊണ്ട് വലിയൊരു ഭാഗ്യമാണ് ഞങ്ങൾക്ക്. രാത്രി കൊണ്ടുപോകലോ പകൽ കൊണ്ടുപോകലോ ഒന്നുമുള്ളൊരു പരിപാടി ഇപ്പം അമ്മ ആ ഒരു കേസേ എടുക്കാറില്ല. എന്തായാലും നല്ലവളാണ്, സുന്ദരിയാണ്, മനോഹരിയാണ്. അതുപോലെ അമ്മയെ കണ്ടാൽ പാല് കുടിക്കാൻ ചെല്ലുന്ന പരിപാടിയൊക്കെ പിള്ളേർ നിർത്തി കേട്ടോ. 1-2 ദിവസമായി അമ്മ പാല് കൊടുക്കാത്തതല്ല, പിള്ളേരിപ്പം അങ്ങോട്ട് പോകാറില്ല. കിടക്കുന്നതൊക്കെ ഒരുമിച്ചാണ്. ആ സമയങ്ങളിൽ ഒരു 3 പേരും പാല് കുടിക്കും. അല്ലാതെ അമ്മ പകൽ ഒരു നേരമൊക്കെ പാല് കൊടുക്കുകയുള്ളൂ. ബാക്കി പിള്ളേർ ആഹാരം കഴിച്ചിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരുന്ന പിള്ളേർക്ക് പേടിയുള്ളൊരു സൗണ്ട് കേട്ടെന്നാണ് തോന്നുന്നത്. മാമ ഇരിക്കുന്നിടത്തേക്ക് കുട്ടൂസ് വന്നിട്ടുണ്ട്. അതുപോലെ ലുട്ടുതോ പേടിച്ച് അങ്ങോട്ടും പോകുന്നുണ്ട്. മായു ഇതൊന്നും അറിയാതെ പല വഴിക്ക് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതാ അവനും ഡൗട്ടായിട്ട് തോന്നി. എന്തോ ഒരു സൗണ്ടാണ്. സത്യത്തിൽ ആ സൗണ്ട് എന്തെന്ന് അവൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. അവനെന്താ മാമൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. പേടിയുണ്ട്, അവരുടെ മനസ്സിനകത്ത് എന്തോ നല്ലൊരു പേടിയാണ്. വെയിലും കൊണ്ട് കളിച്ചുകൊണ്ടിരുന്ന പിള്ളേർ 2 പേര് മാമൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി എന്താണ് ഇവിടെ വരാൻ പോകുന്നത്?
ദാ മാമൻ്റെ അടുത്ത് ഇതുപോലെ ഞാൻ കിടന്നു കഴിഞ്ഞാൽ ഒന്നിനും പേടിക്കണ്ട. ആ ഒരു ധൈര്യം പിള്ളേർക്കുണ്ട്. അങ്ങനെ മായു ആദ്യം സീറ്റങ്ങ് പിടിച്ചു. ഇതാ മാമ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് വന്ന് കിടക്കുകയാണ് കേട്ടോ കമിഴ്ന്ന്. ഇവിടെ തന്നെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ മാമൻ എഴുന്നേറ്റ് പോകാൻ നേരത്ത് എൻ്റെയും കൂടെ അങ്ങ് എടുത്തുകൊണ്ട് പോകും. എനിക്ക് നടക്കുകയും വേണ്ട, ആരും പേടിക്കുകയും വേണ്ട. മാമ എത്ര സമയം ഇവിടെ ഇരിക്കുന്നോ അതുവരെ ഞാനിവിടെ കിടക്കും. ആ ഒരു നിർബന്ധം പിടിച്ച് കിടക്കുകയാണ്. ഇനി ഞാൻ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നു കേട്ടോ. ഞാൻ പോകാൻ നേരത്ത് ആരെങ്കിലും ഒരാളിനെയൊക്കെ അങ്ങ് എടുത്തുകൊണ്ട് പോകും. അതിന് വേണ്ടിയിട്ട് ഇന്ന് ഞറുക്ക് വീണിരിക്കുന്ന മായുവിനാണ്. അവൻ ദാ പോകാതെ ഇവിടെ കിടക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് അടുക്കള ഭാഗത്തേക്ക് വന്നപ്പോൾ അമ്മ ദാ വെളിയിലുണ്ട്. അതുപോലെ 3 പേര് നോക്കുന്നു ഒരു കാക്കയെ പിടിക്കാനുള്ള പരിപാടി. ഇതാ നോക്കിയേ, 2 പേര് ഇന്ന് കാക്കയെ പിടിച്ച് അമ്മയുടെ കയ്യിൽ കൊടുക്കും. ഇതാ കാക്കയെ പിടിക്കാൻ പോവുക. നല്ല രക്ഷയുണ്ടോ? ഇതേ പ്രായത്തിൽ എന്ത് കണ്ടാലും സ്വന്തമാക്കണം എന്നൊരു വാശിയാണ് ഇവരെ വേട്ടയാടി പിടിക്കാൻ സഹായിക്കുന്നത്. അതുപോലെ തന്നെ അമ്മയെ പറ്റി പറയാനാണെങ്കിൽ കുറച്ച് പറയാനുണ്ട്. കാരണം എന്താണെന്നറിയോ, ഈ പ്രായമായിട്ടും കുഞ്ഞുങ്ങളോട് എത്രയോ സ്നേഹമാണെന്നറിയോ. അമ്മ കുഞ്ഞായിരിക്കുമ്പോൾ ഇതേ പ്രായത്തിലാണ് ഞങ്ങൾക്ക് തന്നിട്ട് അവളുടെ അമ്മ കടന്നു കളഞ്ഞത്. കുഞ്ഞിനെ വിട്ട് ഈ പരിസരത്തൊക്കെ കിടന്ന് കറങ്ങി വീണ്ടും കുട്ടികളാവുകയും ആ കുട്ടികളാണ് വിരുന്നുകാർ കേട്ടോ. അപ്പോഴങ്ങനെ അമ്മയും മക്കളും സ്നേഹത്തോടെ ഉള്ള കളിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കാര്യം എന്താണെന്നറിയോ, ഇപ്പം അമ്മയ്ക്ക് എവിടെയും കൊണ്ടുപോകണ്ട, എവിടെയും പോവുകയും വേണ്ട, മാമനും മാമിയും വിട്ടുള്ളൊരു കളിയില്ല പിള്ളേർക്ക്. അങ്ങനെ നല്ല കളിയാണ് ഇന്ന് അമ്മ പിള്ളേരോടൊത്ത് കൂടിയിരിക്കുന്നത്. ഈ കളിയെ കണ്ടിട്ട് ഞങ്ങൾ 1 മാസത്തിൽ പിറത്ത് കഴിഞ്ഞു കേട്ടോ. ഈ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ കളിക്കലോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഒറ്റപ്പെട്ട് നടക്കുകയായിരുന്നു. കുഞ്ഞുങ്ങളെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള പ്ലാനുകളായിരുന്നു. ആ പദ്ധതിയൊക്കെ പൊളിഞ്ഞു. പദ്ധതി പൊളിയാൻ കാരണം ഞങ്ങളിൽ ഒരു കുഞ്ഞിരുന്നല്ലോ, അതിനെ വിട്ട് കൊടുത്തിരുന്നെങ്കിൽ അവളിങ്ങനെ വരത്തില്ലായിരുന്നു. 2 കുഞ്ഞുങ്ങളെ എവിടെയോ ഒളിപ്പിച്ച് നിർത്തിയിട്ട് ഞങ്ങളെ കൂടെയുള്ള കുട്ടിയെ കാണാൻ ഡെയിലി 2-3 നേരം വരും. അവൾക്കങ്ങനെ വളരെ ടെൻഷനായിരുന്നു. 2 കുഞ്ഞുങ്ങൾ അവിടെ ഒളിപ്പിച്ചിട്ടുണ്ടല്ലോ, അവരെ നോക്കണം, അവർക്ക് പാൽ കൊടുക്കണം, ഇവിടെ ഞങ്ങളെ കൂടെ നിൽക്കുന്ന കുഞ്ഞിനെ കാണണം, ഇവിടെ 2-3 പ്രാവശ്യം ഇവിടെ നിൽക്കണം. അങ്ങനെ ആകെ ടെൻഷനായി ഒരു വല്ലാത്ത ഭ്രാന്ത് പിടിച്ച രീതിയിലായിരുന്നു ഈ അമ്മപ്പൂച്ച നടന്നുകൊണ്ടിരുന്നത്. ലാസ്റ്റ് എന്തോ എല്ലാവരുടെയും പ്രാർത്ഥന തന്നെയാണ് തിരിച്ച് അവൾ തന്നെ മനസ്സറിയാതെ കൊണ്ടുവരികയാണ് ചെയ്തത്. ആ ഒരു രംഗം കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. ഞങ്ങൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ആ ചാടി ഓടി വന്നത് ലൈവായിട്ട് കണ്ട ആ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുമാത്രമല്ല, ഒരു അരമണിക്കൂർ മുന്നേ ഞങ്ങൾ ഒരു വീട് ഫോളോ ചെയ്തുകൊണ്ട് ഞാൻ മൊബൈലും കൊണ്ടുപോയി. അവിടെ ആ വീട്ടിൻ്റെ ബാക്കിലൊരു വീടുണ്ട്, അവിടെ ആൾ താമസമില്ലാത്തതാണ്, അവിടെ പോയി ഇരുന്നു. അങ്ങനെ മാമി ഇവിടെ നീ തള്ള എങ്ങനെ പോകുന്നു വരുന്നു എന്നുള്ള ഫോൺ ചെയ്ത് എനിക്ക് പറഞ്ഞു തരും. ഞാൻ അത് വാച്ച് ചെയ്തിട്ട് ഈ 2 കുട്ടികളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പണി ഞങ്ങൾ ശ്രമിച്ച് നോക്കിയതാണ്. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഇവിടെ വീട്ടിൽ വന്നു. ഞങ്ങൾ ചോറ് കഴിച്ച് അടുക്കള ഭാഗത്ത് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അമ്മ കുഞ്ഞിനെ കൊണ്ടുവരുന്ന രംഗം കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങളങ്ങ് എന്താ പറയുക, അങ്ങ് സ്തംഭിച്ചു പോയി. ആ ഒരു വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക, മക്കളെ ഓടി വാ എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഈ കുട്ടികൾ കരഞ്ഞുകൊണ്ട് ആ വിശന്ന് ഓടിക്കൊണ്ട് വന്നപ്പോഴേ പെട്ടെന്നൊരു പേപ്പർ എടുത്ത്, അവരുടെ പ്ലേറ്റൊന്നും എടുക്കാൻ പറ്റിയില്ല, പേപ്പർ എടുത്തു അതിൽ കുറച്ച് ചോറിട്ട് കൊടുത്തിട്ടാണ് ആ സെക്കൻഡിൽ നിങ്ങളെ അറിയിക്കണമെന്ന് ഉള്ള ആ ഒരു സന്തോഷത്തിലാണ് പെട്ടെന്ന് ആ വീഡിയോ അങ്ങനെ ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി പറയുന്നത് എന്താണെന്ന് പറഞ്ഞോ, അവരങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കണം എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ ഈ 3 കുട്ടികളെ നോക്കുന്നത് വളരെ ഒരു കഷ്ടപ്പാട് തന്നെയാണ് കേട്ടോ. കാര്യം ഞങ്ങളുടെ ഈ മതിൽക്കെട്ടുള്ള ചുറ്റുപാടല്ല, തുറന്ന ഭാഗങ്ങളാണ്. അവിടെയൊക്കെ ഈ കുഞ്ഞുങ്ങളെ എപ്പോഴും ഇതുപോലെ പൂട്ടിയിടാൻ പറ്റുമോ? ഏഷ്യൻ പൂച്ചകളെ എങ്ങനെ വേണേലും നമുക്ക് വളർത്തിയെടുക്കാം. അതുപോലെ നാടൻ പൂച്ചക്കുട്ടികളെ നമുക്ക് അതുപോലെയൊന്നും വളർത്തിയെടുക്കത്തില്ല. ആ ഒരു ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത നല്ലൊരു എപ്പിസോഡുമായിട്ട് ഉടനെ ഞങ്ങൾ തിരിച്ചു വരാം. അതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ.